പാർത്ഥ, കുട്ടിക്കാലത്ത് ഉറക്കമുണർന്ന ഉടനെ കിടക്കപ്പായിരുന്നു ചൊല്ലാൻ അമ്മ ഒരു ശ്ലോകം പറഞ്ഞു തരുമായിരുന്നു. അച്ഛന്റെ വക സർവവും ദേഹവും സൽപുത്രനായി നൽകുന്നു താതനും, അത്ര കാരുണ്യമുള്ളൊരു താതനെ നിത്യവും വീണ്ടും നമസ്കരിച്ചിരണം. ജീവിതത്തിൽ ആദ്യമായി മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് നമസ്കരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയൂ? കൈവിട്ടു പോകുമെന്ന് കരുതി എൻ്റെ കുടുംബത്തെ തിരിച്ചെടുക്കാൻ ഞാൻ ഏറ്റവും വെറുക്കുന്ന ഈ മനുഷ്യന്റെ സഹായം വേണ്ടി വന്നില്ലേ ഇപ്പോ? പക്ഷേ തിരിച്ചു കിട്ടിയെന്ന് പറയാറായോ സർ? ആയി പാർത്ഥ, അല്ലെങ്കിൽ ഈ വേഷം കെട്ടലിന് അർത്ഥമില്ലാതാവും. അവസാനത്തെ കരുവ് നീക്കാനുള്ള സമയമായി. നാളത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സേതുമാധവൻ ആ ലക്ഷ്യം നിർവഹിച്ചിരിക്കും. ഒന്നുമില്ല, ഞാന് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാറില്ലേ? വേണ്ട, ഒന്നും പറയണ്ട, കേൾക്കണ്ട എനിക്ക്. എന്ത് പറഞ്ഞാലും കടന്നു പോ പുറത്ത് പോകാൻ. വസുന്ധരേ, വേണ്ട, ഈ വിളി ഞാൻ കുറെ കേട്ടതാ. ഇത്രയും നാൾ ഞാൻ നിങ്ങളെ സഹിച്ചതും ബഹുമാനിച്ചതും നിങ്ങൾ എന്റെ ഭർത്താവിന്റെ അച്ഛനായതുകൊണ്ടാ. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടാൽ ഇവിടുത്തെ ചൂലെടുത്ത് മുഖത്തടിക്കും ഞാൻ. എനിക്കെന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? എനിക്കൊരു നാഥനുണ്ട്. എവരുടെ നിന്റെ നാഥൻ? പറയണേ, എവിടെ? എന്റെ അടുത്തില്ലെന്നേ ഉള്ളൂ, എന്നോടൊപ്പം ഉണ്ട് എന്നും. ഇതാ അവിടെ ഒരു നാഥൻ. അങ്ങനെ ഒരുത്തനെ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടില്ലേടി നീ എന്നെ വിളിച്ചു വരുത്തിയത്? എടീ, കഴുത്തിൽ താലിയുമിട്ട് ഭർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു പെണ്ണും നല്ലവളല്ലടി. അതിലൊരുത്തിയാ നീയും. എന്നിട്ടിപ്പ ശീലാവധി ചമയുന്നു. നീ പറഞ്ഞല്ലോ എന്നെ ഇനി കൺവെട്ടത്ത് കണ്ടുപോരെന്ന്. അത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിന്നെയും കാണണ്ട. ഇതെന്റെ വീടാ, എന്റെ മോന് ഞാൻ കൊടുത്ത വീട്. എന്നോടുള്ള വാശിക്ക് അവൻ ഈ വീട്ടിൽ കയറില്ലെന്നുള്ള ധൈര്യത്തിലല്ലേ അവൻ ഒഴിവായ തക്കം നോക്കി തള്ളയും മോളും കൂടെ തറവാടോട്ട് ഇവിടെ ഒന്ന് കുടിയേറിയത്. 24 മണിക്കൂറിനകം നീ നിന്റെ കുടുംബവും ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം, ഇല്ലെങ്കിൽ ഇറക്കും ഞാൻ. പക്ഷെ ഒന്നോർത്തു, നീ ഇനി എവിടെ പോയി വിളിച്ചാലും ജീവിതാവസാനം വരെ എന്നോടൊപ്പമേ കഴിയാൻ പറ്റും. എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? വീട് ഒഴിയണമെന്നോ? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? വൈകും വരെ കാത്തിട്ട് പഠിക്കാൻ കൊടോട്ട് അടച്ചോണ്ടടി നീ. പറയൂ, എന്താ ഉണ്ടായെന്ന്. ഇല്ല, അമ്മ പറയില്ല. അമ്മാമ്മയുടെ മുന്നിൽ അമ്മ ഒന്നും സംസാരിക്കില്ല. കുട്ടിക്കാലം മുതൽ നിങ്ങൾ അമ്മ അങ്ങനെ വളർത്തിയത്. ഇനി ഈ വിളി കേട്ടാ ഞങ്ങൾ ഭയക്കില്ല. ഇവിടെ ഇപ്പൊ നടന്ന എന്താന്ന് അമ്മാമ്മയ്ക്ക് അറിയോ? അമ്മയിൽ നിന്ന് പപ്പയെ വേർതിരിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചു വരുത്തിയ ആ മനുഷ്യൻ അമ്മയുടെ കിടപ്പ് മുറിയിലേക്ക് കയറി ചെന്ന് അമ്മയെ സാന്ത്വനിപ്പിക്കാനല്ല, മറിച്ച് ഇനി തെളിച്ച് പറയണോ ഞാൻ? മോളെ, ഈ വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുന്ന കേട്ടപ്പോഴാ അമ്മാമ്മയ്ക്ക് വേദനിച്ചത്. പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ സ്വത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയാ. അല്ലാന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? തെറ്റ് കണ്ട ചൂണ്ടിക്കാട്ടാനും ശരി എന്തെന്ന് മനസ്സിലാക്കാനും പപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, അമ്മ കാണാത്തൊരു പുറ ലോകം ഉണ്ടെന്ന് പപ്പ ഞങ്ങൾക്ക് കാട്ടിത്തരുകയും ചെയ്തു. പപ്പ എന്തിനാ പോയതെന്ന് അമ്മ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പപ്പയെ മനസ്സിലാക്കാതെ അമ്മാമ്മയുടെ ഭാഗം നിന്നതിന് അമ്മയ്ക്ക് വലുത് അമ്മാമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പപ്പയാ. പപ്പയ്ക്ക് മാത്രം ഞങ്ങൾ സ്നേഹിക്കാൻ കഴിയൂ. നാഥനില്ലാത്ത ഈ വീട്ടില് ഞങ്ങൾക്ക് ഇനി കഴിയാൻ വയ്യ. മക്കളെ, മക്കളെ പോവരുത്. വസുന്ധര, വേണ്ട, വിളിക്കണ്ട. എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെ. തലതെറിച്ച് അസത്തുക്കള്. മതി, അമ്മ ഇനി മിണ്ടരുത്. ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് അവരല്ല, നിങ്ങളാണ്. ഇത്രയും നാൾ നിങ്ങൾ പറയുന്നതും കേട്ട് നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളി. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. ആദ്യം എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടമായി, ഇപ്പതാ എന്റെ കുട്ടികളെയും. തലതെറിച്ച അസത്തുക്കളാണത്രേ. അല്ലമ്മേ, ലോകത്ത് ഒരമ്മയ്ക്കും ഇത്രയും നല്ല കുട്ടികളെ കിട്ടിക്കാണില്ല.
ഒരു ഭാര്യയ്ക്കും ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിക്കാണില്ല. എന്റെ കുട്ടികൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുട്ടിക്കാലം മുതൽ എന്റെ ധൈര്യം വിലയ്ക്ക് വാങ്ങായിരുന്നില്ലേ നിങ്ങള്? എന്റെ ജീവിതം തല്ലി തകർക്കാൻ അമ്മയോടൊപ്പം കൂട്ടുനിന്ന കുട്ടിമാമൻ എന്താ കാട്ടിയത്? എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു വിട്ടി. ഒക്കെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ശരിയും തെറ്റും തിരിച്ചറിയാൻ എന്നോളം വളർന്ന എന്റെ കുഞ്ഞുങ്ങൾ വേണ്ടി വന്നു ഇപ്പോ. പക്ഷെ ഒന്ന് പറയാം, ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരണ്ട. സേതുവട്ടം പറയാറുള്ളത് പോലെ ഒരമ്മയായി, മുത്തശ്ശിയായി ഒരിക്കലും നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. പപ്പ പറയും വരെ ആരോടും ഇത് പറയരുതെന്ന് കുഞ്ഞുമോളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു സാറ്. എന്നും മക്കളോടൊപ്പം ഉണ്ടാവുമെന്ന് പപ്പ പറയാറില്ലേ? അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വേഷം കെട്ടി പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോഴും നിങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയായിരുന്നു പപ്പയുടെയും വേദന. പിന്നെ പപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഈ കുഞ്ഞനുഭവിക്കുന്ന വീർപ്പുമുട്ടലും. കുഞ്ഞുമോളെ, ചേച്ചി. എനിക്കറിയാം ഒടുവിൽ നീ എന്റെ മുന്നിൽ തന്നെ എത്തുമെന്ന്. ഇല്ല, ഞാൻ നിങ്ങളെ കാണാനല്ല വന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട. കാണണം, കാണേണ്ടി വരും. നീ ഇന്ന് വരെ കഴിച്ചതും ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി കഴിയാൻ പോകുന്നതും എന്നോടൊപ്പം ആയിരിക്കും. അങ്ങനെ ഒരു ഗതികേട് വന്നാ പിന്നെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കില്ല. അങ്ങനെ നിന്നെയും കുഞ്ഞുങ്ങളെയും മരിക്കാൻ ഇവിടെ ഞാൻ തയ്യാറല്ല. ഇനിയുള്ള കാലമെങ്കിലും എല്ലാം മറന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കണേ നമുക്ക്. നോക്ക്, ഭയങ്കര ഡിമി. വാ വാ വാ. എന്താ മക്കളെ? ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഒരു സന്തോഷമാണ്. ഇഡ്ഡലിയോ? ഇന്നത്തെ ഒരു എന്തിനാ ഇത്ര ചമ്മുന്നേ? ഇനി തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇഡ്ഡലിയെ ഉണ്ടാക്കും. എല്ലാരും കഴിച്ചോ? സിംഗപ്പൂർ പപ്പ.